വയനാട് പുത്തുമല മുണ്ടക്കൈ ദുരന്തത്തിൽ ചിലവാക്കുന്ന തുകയിൽ വിവാദം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ചിലവാക്കിയതും ചിലവാക്കാനുള്ളതുമായ കണക്കിനെ ചൊല്ലിയാണ് വിവാദം ഉയരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചെലവഴിച്ചത് കോടികളാണെന്നാണ് സർക്കാർ പറയുന്ന കണക്ക്. സന്നദ്ധ പ്രവർത്തകർക്കുൾപ്പെടെ സർക്കാർ പണം ചിലവാക്കിയിട്ടുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയ കണക്കിൽ പറയുന്നത്. 359 മൃതദേഹം സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപയെന്നാണ് സർക്കാരിന്റെ കണക്ക്. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയതിന് 2,98,00,000 രൂപ. 5,000 പേർക്ക് എന്ന് കൂട്ടിയാൽ തന്നെ ഒരു കിറ്റിന് ഒരാൾക്ക് 6,000 രൂപ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചിലവടക്കം സർക്കാർ വഹിച്ചെന്നാണ് കണക്ക്. അതായത് എയർലിഫ്റ്റ്, ഹെലികോപ്റ്റർ ചാർജ് 17 കോടി. സന്നദ്ധ പ്രവർത്തകരുടെ വണ്ടികളടക്കം ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ രംഗത്തിറങ്ങിയപ്പോൾ സർക്കാർ അവിടെയും കോടികൾ ചിലവഴിച്ചുവെന്നാണ് കണക്ക്. ആ വകയിൽ സർക്കാരിന് ചെലവായത് 12 കോടി. ദുരിതബാധിതർക്ക് വിവിധയിടങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ എത്തിയപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെലവായി എന്ന് പറയുന്ന കണക്ക് 11 കോടി. ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനാകട്ടെ 8 കോടിയോളം ചെലവായെന്നാണ് സർക്കാർ കണക്ക്. സന്നദ്ധ സംഘടനകളും സ്വയം സന്നദ്ധരായി വന്നവരും ഉൾപ്പെടെ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴാണ് ഈ കണക്ക്. സന്നദ്ധ പ്രവർത്തകരും ആർമിക്കും സർക്കാർ പണം ചിലവാക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ആധികാരികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ജനം, വയനാട്.